എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സ്ട്രക്ചർ ഓഫ് എ ഹ്യൂമൻ സ്പേം ആണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ സ്പെർമാറ്റോജനസിന്റെ ഫലമായിട്ട് മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള സ്പേം ടെസ്റ്റിസിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഒരു സ്പേമിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ സ്പേം ഞാൻ ഒരു ഏകദേശം ഒരു ഡയഗ്രാം ബോർഡിൽ വരച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് അതിന്റെ പ്രധാന ഭാഗങ്ങളെന്ന് നോക്കാം. പ്രധാനമായും സ്പേമിന്റെ സ്ട്രക്ചറിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇതിനെ ഹെഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഹെഡ്, നെക്ക്, middle piece, then tail. ഹ്യൂമൻ സ്പേമിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില്. നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളും എന്താണ് അവയുടെ ഫങ്ഷൻസും എന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ഹെഡ്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആന്റീരിയർ സൈഡ് ഓഫ് ദ ഹെഡ് ഇവിടെ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എക്രോസോം. എക്രോസോം. എന്താണ് എക്രോസോമിന്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ എക്രോസോമിന്റെ ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ penetration of the sperm into the egg. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ സ്പേം എന്ന് പറയുന്നത് ഇത് മൊട്ടൈൽ ആയിട്ടുള്ള ഗ്യാമേറ്റ് ആണ്. അപ്പൊ ഈ മൊട്ടൈൽ ആയിട്ടുള്ള ഗ്യാമേറ്റ് ആയ സ്പേമിന്റെ എക്രോസോമൽ പാർട്ടാണ് ഓവം അല്ലെങ്കിൽ എഗ്ഗിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ പൂർത്തിയാക്കുന്നതിന് സഹായിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഭാഗമാണ് എക്രോസോം. ഈ എക്രോസോമിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമാണ് അതിന്റെ പെനട്രേഷന് സഹായിക്കുന്നത്. അതിന്റെ പേരാണ് ഹയാലുറോണിഡേസ്. ഹയാലുറോണിഡേസ്. ഈ എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് എക്രോസോമ പെനട്രേഷന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ എക്രോസോമിന്റെ തൊട്ട് താഴെയായിട്ട് ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഹെഡിൽ തന്നെ കാണപ്പെടുന്ന ഭാഗമാണ് ഇവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസ് ഹെഡ് റീജിയനിൽ കാണുന്നതാണ്. നമുക്കറിയാം ഹെഡിനെയും ഈ മിഡിൽ പീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് നെക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെൻട്രിയോൾ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് മിഡിൽ പീസ്. മിഡിൽ പീസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് ഈ കാണുന്നത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ. അപ്പൊ എന്താണ് മൈറ്റോകോൺട്രിയ എന്ന് നമുക്കറിയാം. പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പേമിന് ആവശ്യമായിട്ടുള്ള അതിന്റെ മൂവ്മെന്റിനും മറ്റും ആവശ്യമായിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ മൈറ്റോകോൺട്രിയ. ഇത് കാണപ്പെടുന്ന ഭാഗമാണ് നമ്മൾ മിഡിൽ പീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗം ടെയിൽ. മൂവ്മെന്റ് ഓഫ് ദി സ്പേം എന്ന് നമുക്ക് പറയാം. അപ്പൊ സ്പേമിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന ഭാഗമാണ് ടെയിൽ റീജിയൻ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് എ ഹ്യൂമൻ സ്പേം, അതായത് ഹ്യൂമൻ സ്പേമിന്റെ സ്ട്രക്ചറിനെ നമ്മൾ പ്രധാനമായും 4 ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയില്. ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന ക്യാപ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എക്രോസോം. എന്താണ് എക്രോസോമിന്റെ ഫംഗ്ഷൻ? എക്രോസോം ഹെൽപ്സ് ഇൻ ദ penetration of the sperm into egg. ഇതാണ് എക്രോസോമിന്റെ ഫംഗ്ഷൻ. എക്രോസോമിൽ കാണപ്പെടുന്ന എൻസൈമിന്റെ പേരാണ് ഹയാലുറോണിഡേസ്. അതുപോലെ തന്നെ ഹെഡിൽ കാണപ്പെടുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഭാഗമാണ്. പിന്നെ നെക്ക്, സെൻട്രിയോൾസുകൾ കാണപ്പെടുന്നു. മൂന്നാമത്തെ ഭാഗം മിഡിൽ പീസ്, മൈറ്റോകോൺട്രിയ ഉണ്ട്. എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ. ഇതിനാവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ടെയിലാണ്. ദ മൂവ്മെന്റ് ഓഫ് ദ സ്പേം ആണ് ടെയിലിന്റെ ഫംഗ്ഷൻ.